എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധനകൾക്ക് എത്തിയപ്പോൾ തന്നെ കേരളം സമാനതകളില്ലാത്ത പ്രതിരോധം തീർത്തു. CPIM അതിൻ്റെ ഭാഗമായി ED സംഘം ആക്രമിക്കപ്പെട്ടു, അവരുടെ വാഹനങ്ങൾ എറിഞ്ഞു തകർത്തു. അതിൻ്റെ കേസ് മറ്റൊരു തരത്തിൽ നടക്കുന്നു. ഇപ്പോൾ 8-9 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇതുകൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയുന്നതാണ് EDയുടെ പരിശോധനകൾ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് വീണയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, നിക്ഷേപങ്ങൾ സംബന്ധിച്ച രേഖകൾ, ഇങ്ങനെ ഏതാണ്ട് 200-ലധികം രേഖകൾ കഴിഞ്ഞ ദിവസത്തെ 12 ഇടങ്ങളിലായി നടന്ന റെയ്ഡിൽ കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിലെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണെന്നും ഏത് സേവനത്തിനാണ് 2.78 കോടി രൂപ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന സോഫ്റ്റ്വെയർ കമ്പനിക്ക്, IT കമ്പനിക്ക് ലഭിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വ്യക്തതയില്ല എന്നും അതുകൊണ്ട് തുടർ ചോദ്യം ചെയ്യലുകൾ വേണ്ടിവരും എന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇതിനെയും പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയും, ഇതിനെയും തെരുവിൽ നേരിടാൻ കഴിയും എന്നാണോ CPIM കരുതുന്നത്? ശ്രീ PK ഗോപൻ. ശ്രീ ഗോപികൃഷ്ണൻ, ഈ കേസ് തെരുവിൽ നേരിടുക എന്നുള്ളതല്ല. അത് ഇന്നലെ കേരളത്തിൽ ഈ കേസിൽ പ്രതിയല്ലാത്ത മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ 7-8 മണിക്കൂർ തടഞ്ഞു വെച്ച് അദ്ദേഹത്തിന് പുറംലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അതേ സമയത്ത് തന്നെ മുൻ മന്ത്രിയുടെയും മറ്റ് 7-8 കേന്ദ്രങ്ങളിലും 10-12ഓളം കേന്ദ്രങ്ങളിൽ ED വളരെ ആസൂത്രണം ചെയ്ത് ഒരു പുലർച്ചെ ഇറങ്ങി നടത്തിയിട്ടുള്ള റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിയെ സ്നേഹിക്കുന്ന ജനങ്ങൾ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുമ്പിലും അതുപോലെ മറ്റു പലയിടത്തും തടിച്ചുകൂടിയതും പ്രതിഷേധിച്ചത്. സ്വാഭാവികമായിട്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അറസ്റ്റാണ് നടക്കുന്നത്. നടക്കട്ടെ, അതിൽ തർക്കമില്ല. എന്നാൽ ഇത് നിയമപരമായിട്ട് ഈ പ്രശ്നത്തിൽ യാതൊരു തരത്തിലുള്ള കേസും നിലനിൽക്കത്തതുമില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമാണെന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. കാരണം പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയല്ല. പിണറായി വിജയനെ കേസിൽ പ്രതിയാക്കി ആരും കോടതിയിൽ പോയിട്ടുമില്ല. പിണറായി വിജയൻ്റെ മകളാണ് ഈ കേസിൽ ഒരു കക്ഷി. പക്ഷേ പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ട് കോടതിയിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ല. പിണറായി വിജയൻ്റെ മകൾ നിയമവിരുദ്ധമായി 10 പൈസ കൈപ്പറ്റിയിട്ടില്ല. പിണറായി വിജയൻ്റെ മകൾ വീണ എക്സാലോജിക് കമ്പനിയും CMLR കമ്പനിയും തമ്മിലുള്ള ഒരു കരാറിൻ്റെ ഭാഗമായി അവർ നിയമാനുസൃതം കൈപ്പറ്റിയ പൈസയാണ് 1,72,00,000 രൂപ. ഇതെല്ലാം പച്ചയായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഈ പണത്തെ സംബന്ധിച്ച് ആദ്യ ആക്ഷേപം ഉണ്ടായപ്പോൾ അവർ ടാക്സ് അടച്ചിട്ടുണ്ടോ, GST അടച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളാണ് കോൺഗ്രസിൻ്റെ ചില MLA മാരും രാഷ്ട്രീയ നേതൃത്വം ഉന്നയിച്ചത്. അത് കൃത്യമായിട്ട് പുറത്തു വന്നു. പിണറായി വിജയൻ്റെ മകൾ CMLR കമ്പനിയുമായിട്ട് അവരുടെ കാര്യങ്ങളിൽ സോഫ്റ്റ്വെയർ കമ്പനി എന്നുള്ള തരത്തിൽ അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റാണ് ഒപ്പിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും അത്തരം ഉപകരണങ്ങൾക്ക് AMC എടുക്കും. ആ AMC കരാറാണ് ഒപ്പിട്ടത്. അതിൽ വീണ വിജയൻ്റെ കമ്പനിക്കെതിരെ CMLR എന്ന കമ്പനിക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് സേവനം നൽകിയിട്ടില്ല, ഞങ്ങളുടെ പണം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന പരാതി അവർക്കില്ല. അവരെ സംബന്ധിച്ച് പരാതിയില്ല. പണം കൈപ്പറ്റിയിട്ടുള്ളത് ലീഗലായിട്ടാണ്. 1,72,00,000 രൂപയും ടാക്സ് അടച്ച പണമാണ്. സുപ്രീം കോടതി വേർഡിക്റ്റ് തന്നെ നിലനിൽക്കുന്നുണ്ട്. ടാക്സ് അടച്ച് നിയമാനുസൃതമായി കൈപ്പറ്റിയ പണത്തെ കള്ളപ്പണത്തിൻ്റെ പരിധിയിൽ വരില്ല. അപ്പോൾ വീണ തൈക്കണ്ടിക്കൽക്കെതിരായിട്ട് ഒരു കേസ് യഥാർത്ഥത്തിലില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഇല്ലാതിരിക്കും. അവർക്കൊരു നോട്ടീസ് കൊടുത്താൽ അവരുടെ വീട്ടിൽ എടുത്ത കാര്യം എന്തൊക്കെയാണ്? ഫോൺ എടുത്തു, രേഖകൾ എടുത്തു, ഹാജരാക്കാത്ത രേഖകൾ. ₹1,72,00,000 കണക്ക്. അതിനുശേഷം വീണ്ടും പണം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിലെ പ്രശ്നം ഏത് സേവനത്തിനാണ്? ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന നിലയിൽ, AMC എന്ന നിലയിലാണ് ഈ പണം കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ്. എന്ത് സേവനമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റോ ഏതെങ്കിലും തരത്തിലുള്ളൊരു മെയിൽ കമ്മ്യൂണിക്കേഷൻ്റെ രേഖകളോ അതല്ലെങ്കിൽ ഈ കമ്പനിയുമായി നടത്തിയിട്ടുള്ള ഏതെങ്കിലും ആശയവിനിമയത്തിൻ്റെ തെളിവുകളോ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണല്ലോ ഈ കേസിൽ വീണയ്ക്ക് കുരുക്കായി മാറിയിരിക്കുന്നത്. ഇനി വീണയെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസി. പക്ഷേ തൃപ്തികരമായ രീതിയിൽ ഈ സേവനം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിലെ ആക്ഷേപം. ഇനി ഈ PMRL ഇട്ട് ഈ കേസ് പരിശോധിക്കാൻ കഴിയില്ല, ED പോലെ ഒരു ഏജൻസിക്ക് കഴിയില്ല
എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CMRL അല്ലെങ്കിൽ കർത്ത കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഈ ഇടപാടുകളിലെ ദുരൂഹത സംബന്ധിച്ച കാര്യങ്ങളിൽ അന്വേഷണമാകാം EDക്ക് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ തെരുവിൽ തടഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? നിയമവഴിയിലേക്ക് പോവുകയും ആ കാര്യങ്ങൾ ആ ഏജൻസിയുടെ അന്വേഷണങ്ങൾക്കും പരിശോധനകളോടും സഹകരിക്കുകയുമല്ലേ ചെയ്യേണ്ടത്? ശ്രീ PK ഗോപൻ, ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുക, അവരുടെ വാഹനങ്ങൾ ആക്രമിക്കുക, പിന്നെ വലിയ ആൾക്കൂട്ടത്തെ നിരത്തി തെരുവിൽ നേരിടുക, ഇതാണോ CPM പോലൊരു സംഘടന ചെയ്യേണ്ടത്? ശ്രീ ഗോപികൃഷ്ണ, രാഷ്ട്രീയമായ ആരോപണത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടും. വീണ തൈക്കണ്ടിയിൽ സേവനം ചെയ്തില്ല എന്ന് CMLR കമ്പനിക്ക് പരാതിയുണ്ടോ? അങ്ങനൊരു പരാതിയില്ല. ഞാൻ 24-ൽ നിന്ന് ഒരു കരാർ ഏറ്റെടുക്കുന്നു. ഞാൻ ആ കരാറിൽ ഏതെങ്കിലും തരത്തിൽ എൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് സേവനം കിട്ടിയിട്ടില്ലെന്ന് പറയേണ്ടത് ഒന്നുകിൽ SKN അല്ലെങ്കിൽ ഗോപികൃഷ്ണനെ പോലുള്ളവരാ. നിങ്ങൾ രണ്ടുപേരും പറയുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നില്ല. മറ്റ് മൂന്നാമതൊരാൾ പറയാം നിങ്ങൾക്ക് സേവനം കിട്ടിയിട്ടില്ല എന്ന്. അത് റിലവൻ്റ് അല്ല, നിലനിൽക്കില്ല. ഇത് വസ്തുതയാണ്. എന്തിനൊക്കെ ദുരൂഹത ഉണ്ടാക്കുന്നതിനകത്ത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.